नमस्ते। आज की कक्षा में सबको स्वागत। हम पिछली कक्षा में सोना हिरनी के बारे में पढ़ा, कुछ भाग पढ़ा। सोना का रूप कैसा था, महादेवी वर्मा के पास सोना कैसे पहुंची, इसके बारे में पढ़ा। सोना का रूप, यहाँ डॉक्टर धीरेन्द्र बसु की पौत्री सुस्मिता ने एक पत्र लिखा था। उस पत्र में एक हिरण को पालन करने के लिए कहा था। उस समय सोना की याद महादेवी वर्मा को आई। उसका रूप सुनहरे रंग का रेशमी लच्छम की गांठ के समान था। कोमल लघु शरीर था। അതുപോലെ തന്നെ പറയുന്നുണ്ട് छोटा सा मुख और बड़ी बड़ी पानीदार आँखें। यहाँ महादेवी वर्मा के पास सोना कैसे ആയി എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: प्रशांत वनस्थली में आलस भाव से रोमंथन करते हुए मृग समूह शिकारियों की आहट से चौंक कर भागा, लेकिन सोना की मां सद्य प्रसूदा होने के कारण भागने में असमर्थ रही। सद्यजात मृग शिशु को भी भाग नहीं सकता था। मृगी माम ने अपनी संतान को अपने शरीर के ओट में सुरक्षित रखने के प्रयास में, इसके कोशिश में अपने प्राण खो दिए. അവിടെ സോന എന്ന് പറയുന്ന മാൻകുട്ടിയുടെ എങ്ങനെയാണ് മഹാദേവി വർമ്മയുടെ മുന്നിലേക്ക് എത്താനുള്ള കാരണം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞത്. മാൻകുട്ടൻ മേഞ്ഞ് നടക്കുന്നതിനിടയിൽ വേട്ടക്കാർ വന്ന് അതിൽ ഈ കുട്ടീനെ സോനേനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനൊന്നും ഓടാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ആ കുഞ്ഞ് അവിടെ വേട്ടക്കാർ തന്നെ എന്ത് ചെയ്തു എന്ന് പറയുന്നത്, एक शिकारी मृद हिरनी के साथ उसके रक्त से सने और ठंडे स्तनों से चिपटे हुए हिरण शाव को भी जीवित उड़ा लाए. അപ്പോൾ അമ്മമാനിൻ്റെ ഒപ്പം തന്നെ ആ കുഞ്ഞു മാനിനെ ശിക്കാരി വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ വളർത്താണ് ചെയ്യുന്നത്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ महादेवी वर्मा അടുത്തേക്ക് മാൻകുട്ടി എത്താണ് ചെയ്യുന്നത്. यहाँ महादेवी वर्मा के एक नौकर के बारे में, नौकरानी के बारे में कहा. उसका नाम था भक्ति. ഭക്തിൻ എന്നാണ് അവരുടെ പേര്. यहाँ सोना सबको पहचान लगा था. എല്ലാവരും തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. सोना रात में महादेवी वर्मा के पलंग के पास सटकर बैठना सीख लिया था और वहाँ से रात अंधेरा होते ही महादेवी वर्मा के कमरे के पास आ बैठती और फिर सवेरा होने पर महादेवी वर्मा के कोठरी से बाहर निकलता था, उसके कमरा से बाहर निकलता था. അപ്പോൾ ആ ഒരു ക്രമം അവിടെ, അതായത് രാത്രിയാകുമ്പോൾ മഹാദേവി വർമ്മയുടെ കട്ടിലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയും നേരം വെളുത്തു കഴിഞ്ഞാൽ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന രീതി സോനയിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഉസ്കാ ദിൻ ഭർ കാ കാര്യകലാപ് ഭി ഏക് പ്രകാർ സേ നിശ്ചിത था. അപ്പോൾ ഓരോ ദിവസത്തെയും പ്രവർത്തന രീതി എന്ന് പറയുന്നത് അവിടെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതാണ്. विद्यालय और छात्रावास की विद्यार्थिनियों के निकट पहले व कौतुक का कारण रही. അപ്പോൾ അവിടെ വിദ്യാലയം നടത്തിയിരുന്നു, അതുപോലെ തന്നെ ഹോസ്റ്റൽ നടത്തിയിരുന്നു. ഛാത്രാവാസ് എന്നാണ് ഹോസ്റ്റൽ. അപ്പോൾ വിദ്യാലയത്തിലെയും ഹോസ്റ്റലിലൊക്കെ വിദ്യാർത്ഥിനികളുടെ അടുത്ത്, വിദ്യാർത്ഥിനിയൊക്കെ നിക്കട്ട് ഉസ്കെ പാസ് പഹലെ വ കൗതുക കാ കാരൺ രഹി. ആദ്യമൊക്കെ ഈ മാൻകുട്ടി അവർക്ക് വളരെയധികം കൗതുകമായിരുന്നു. परंतु कुछ दिन बीत जाने पर वह उसकी ऐसी प्रिय साथिन बन गई जिसके बिना उनका किसी काम में मन नहीं लगता था. ഇവിടെ പറയുന്നതാണ്, അതായത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യമൊക്കെ ഈ പെൺകുട്ടികളുടെ അടുത്ത്, ഹോസ്റ്റലിലെ പെൺകുട്ടികളെ, വിദ്യാലയത്തിലെ പെൺകുട്ടികളുടെ അടുത്ത് അവർക്ക് വളരെയധികം കൗതുകം തോന്നുന്ന ഒരു മൃഗമായിരുന്നു സോന. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉൻകി ഐസി പ്രിയ സാഥിൻ, സോന എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥിനികളുടെ ഇടയിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സാഥിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരിയായിട്ട്
മാറി. ജിസ്ക ബിനാ ഉൻകാ കിസി കാം മേ മൻ നഹി ലഗ്താ താ. അപ്പോൾ സോനയില്ലാതെ അവർക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ അത്രയ്ക്കും അടുത്തൊരു കൂട്ടുകാരിയായിട്ട് മാറി സോന എന്നാണ് പറയുന്നത്. ദൂത് പീക്കർ और भीगे चने खाकर सोना कुछ देर कॉम्पाउंड में चारों पैरों को संतुलित कर चौकड़ी बरती. ഈ സോനയുടെ നിത്യ പ്രവർത്തനങ്ങളാണ് പറയുന്നത്. ദൂത് പീക്കർ പാല് കുടിച്ചിട്ട്, ബീഗെ ചനെ കാക്കർ നനച്ച് കുതിർത്ത് വെച്ചിരുന്ന ചന എന്ന് പറഞ്ഞാൽ കടല കഴിച്ചിട്ട്, സോന കുച്ച് ദേർ സോന എന്ത് ചെയ്യും, കുറച്ച് നേരം കോമ്പൗണ്ട് മീൻ ഈ വീടിൻ്റെ കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൻ്റെ കോമ്പൗണ്ടിൽ ചാരോം പൈരോം കോ സന്തുലിത് കർ 4 കാലും ബാലൻസ് ചെയ്ത് വെച്ചിട്ട് ചൗക്കടി ബർത്തി ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നത് പോലെ നിൽക്കുമായിരുന്നു. फिर वह छात्रावास पहुंचती और प्रत्येक कमरे का भीतर बाहर निरीक्षण करती. അപ്പോൾ ആദ്യമൊക്കെ സോന പാലൊക്കെ കുടിച്ച് കടലൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കോമ്പൗണ്ടിനുള്ളിൽ 4 കാലും ഒരേപോലെ വെച്ചിട്ട് ഒന്ന് പരിഭ്രമിച്ച് നിൽക്കുന്നത് പോലെ നിൽക്കുമായിരുന്നു. പിന്നീട് ഛാത്രാവാസ് പഹുഞ്ചത്തി ഹോസ്റ്റലിലേക്ക് എത്തും. और प्रत्येक कमरे का भीतर बाहर निरीक्षण करती. ഓരോ റൂമിൻ്റെയും ഭീത്തർ ഉള്ളിലും ബാഹർ പുറത്തും നിരീക്ഷിക്കുമായിരുന്നു. അപ്പോൾ അതൊരു പതിവ് പ്രക്രിയയായിട്ട് മാറാണ്. സവേരെ छात्रावास में विचित्र सी क्रियाशीलता रहती है. कोई छात्रा हाथ मुँह धोती है, कोई बालों में कंघी करती है, कोई साड़ी बदलती है, कोई अपनी मेज़ की सफाई करती है, कोई स्नान करके भीगे कपड़े सूखने के लिए फैलाती है और कोई पूजा करती है. ഇപ്പോൾ എന്ന് ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ പുറത്തകത്തൊക്കെ സോന നിരീക്ഷിക്കുമായിരുന്നു. അവിടെ കാണുന്ന കാഴ്ചകളാണ് പറയുന്നത്. സവേരെ ഛാത്രാവാസ് മേ രാവിലെ ഹോസ്റ്റലിൽ വിചിത്ര സി ക്രിയാശീലത രതിയെ. ക്രിയാശീലത എന്ന പ്രവർത്തനങ്ങൾ, വിചിത്രമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കാണുക. എന്തൊക്കെയാണ് കുട്ടികൾ ഓരോന്നും ചെയ്യുന്നതാണ് പറയുന്നത്. കോയി ഛാത്ര ഹാത്ത് മുഹ് ധോത്തി ഹേ. ഛാത്ര എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനി. ആരെങ്കിലുമൊക്കെ പെൺകുട്ടികൾ കൈയും മുഖമൊക്കെ കഴുകുന്നുണ്ടായിരിക്കും. ധോത്തി എന്ന് പറഞ്ഞാൽ കഴുകുക. കോയി ബാലോമേ കങ്കി കർത്തി ഹേ. ഇപ്പോൾ രാവിലെയാണ് എഴുന്നേറ്റ് കയ്യും മുഖം കഴുകുന്നവരുണ്ടായിരിക്കും. ചിലവർ കോയി ബാലോമേ കങ്കി കർത്തി ഹേ. ബാൽ എന്ന് പറഞ്ഞാൽ മുടി ചെയ്യുന്നവരുണ്ടായിരിക്കും. കങ്കി എന്ന് പറഞ്ഞാൽ ചീപ്പ് എന്നുള്ളത് തന്നെ. അപ്പോൾ ചിലർ മുടി ചീന്തായിരിക്കും. കോയി സാടി ബദൽത്തിയെ. ചിലർ സാരി മാറുമായിരിക്കും. കോയി അപ്പിനെ മേസ്ക്ക് സഫായി കർത്തിയെ. ചിലർ അവരുടെ മേശ വൃത്തിയൊക്കെ ആയിരിക്കും. കോയി സ്നാൻ കർക്കെ ഭീഗെ കപ്പടെ സൂക്നയ്ക്ക് ലിയെ ഫൈലാത്തി ഹേ. ചിലർ കുളിയൊക്കെ കഴിഞ്ഞ് നനഞ്ഞ തുണികളൊക്കെ ഉണക്കാനായിട്ട് വിരിച്ചിടുന്നതായിരിക്കും കാണുന്നുണ്ടാവുക. ഫൈലാത്തി ഹേ അവർ കോയി പൂജ കർത്തി ഹേ. ചിലർ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് കാണുക. അപ്പോൾ ഡെയിലി അവിടെ ചെല്ലുമ്പോൾ, ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ ഓരോ കുട്ടികൾ ഓരോരോ പ്രവർത്തനങ്ങളിലും മുഴുകിയിരിക്കുന്നതായിട്ടാണ് അവിടെ സോന കാണുന്നത്. ചിലവർ ഹാത്ത് മുഹ് ധോത്തി ഹേ, कोई बालों में कंघी करती है, कोई साड़ी बदलती है, कोई अपनी मेज़ की सफाई करती है, कोई स्नान करके अपने भीगे कपड़े को बाहर फैलाती है और कोई पूजा करती है. चिलोर प्रार्थिके. सोना के पहुंच जाने पर इस विविध कर्म संकुलता में एक नया काम और जुड़ जाता था. सोना के पहुंच जाने पर सोന എത്താൻ തുടങ്ങിയ പിന്നെ ഇസ് വിവിധ കർമ്മസങ്കുലത में, കർമ്മസങ്കുലത എന്നാണ് ജോലി തിരക്ക്. ഇപ്പോൾ രാവിലെ ഓരോരുത്തർക്കും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവനവൻ്റെ കാര്യങ്ങളും വൃത്തിയാക്കലും കുളിക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തുണ്ടായത്, കർമ്മസങ്കുലതാമേ ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഏക്ക് നയാക്കാം ഒരു പുതിയ ജോലിയും കൂടി ജുഡ്ജാദാദ വന്നു ചേർന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ സോന വരുന്നത് വരെ അവർ ചെയ്തിരുന്ന പണികളാണ് പറഞ്ഞത്. സോന വന്നപ്പോൾ പുതിയൊരു പണിയും കൂടി അവർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. कोई छात्रा उसके माथे पर कुमकुम का बड़ा सा टीका लगा देती, कोई गले में रिबन बांध देती, कोई पूजा के बताशे खिला देती. ഇപ്പോൾ അവിടുത്തെ ഹോസ്റ്റലിലെ പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു പുതിയൊരു പണി അവർക്ക് കിട്ടി. സോനേനെ എന്താ പറയുക, പൊട്ടുകുത്തലും റിബൺ കെട്ടലും അങ്ങനെയുള്ള പല പരിപാടികൾ അവർ പുതിയ പണികൾ അവർക്ക് കിട്ടിയെന്ന് പറയുന്നത്. കോയി ഛാത്ര ഉസ്കെ മാതേ പർ മാതേ എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം, നെറ്റിയിൽ കുങ്കും കാ ബഡാസ ടീക്ക, കുങ്കുമത്തിൻ്റെ വലിയ ടീക്ക എന്ന് പറഞ്ഞാൽ കുറി അല്ലെങ്കിൽ പൊട്ട് എന്നുള്ള അർത്ഥം. പൊട്ട് തൊടിച്ചു കൊടുക്കും.
ചിലവരെന്ത് ചെയ്യും, കോയി ഗളേമേ റിബൻ ബാന്ധെത്തി, ചിലവർ സോനയുടെ കഴുത്തിൽ റിബൻ കെട്ടിക്കൊടുക്കും. കോയി പൂജയ്ക്ക് പത്താശെ ഖിലാദേത്തി, ചിലവർ പൂജയുടെ ഭാഗമായിട്ട് കിട്ടിയ പ്രസാദം അത് ഖിലാദേത്തി തിന്നാൻ കൊടുക്കുമായിരുന്നു. മെസ് में उसके पहुंचते ही छात्राएं ही नहीं नौकर चाकर तक दौड़ाते और सभी उसे कुछ न कुछ खिलाने को उतावले रहते, परंतु उसे बिस्कुट को छोड़कर कम खाद्य पदार्थ पसंद थे. ഇവിടെ പറയണേ മെസ് में उसके पहुंचते ही, മെസ്സ് ഫുഡ് കഴിക്കുന്ന സ്ഥലം, ഹോസ്റ്റലിലെ മെസ്സ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. അപ്പോൾ മെസ്സിൽ ഉസ്കെ പഹുഞ്ചത്തെ ഹി, സോന എത്തിക്കഴിഞ്ഞാൽ ഛാത്രായേം ഹി നഹി, വിദ്യാർത്ഥിനികൾ മാത്രമല്ല, നൗക്കർ ചാക്കർ തക്, നൗക്കർ ചാക്കർ എന്ന് പറഞ്ഞാൽ വേലക്കാരടക്കം, സെർവൻ്റ്, വേലക്കാരടക്കം ദൗഡാത്തെ ഓടി വരുമായിരുന്നു. അവർ സബി ഉസെ കുച്ച് ന കുച്ച് ഖിലാനേക്കോ ഉത്താവലേ രത്തെ, ഉത്താവലേ രഹന എന്ന് പറഞ്ഞാൽ കോശിഷ് കർണ, ശ്രമിക്കുക. അപ്പോൾ വിദ്യാർത്ഥി ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾ മാത്രമല്ല അവിടുത്തെ വേലക്കാർ വരെ സോനയെ കണ്ടു കഴിഞ്ഞാൽ ഓടിയെത്തുമായിരുന്നു. സബി ഉസെ കുച്ച് ന കുച്ച് ഖിലാനേക്ക ഉത്താവലാരെത്തി, ഖിലാന എന്നാൽ തീറ്റിക്കുക. അപ്പോൾ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ തീറ്റിക്കാനായിട്ട് ഉത്താവലേരെത്തി ശ്രമിക്കുമായിരുന്നു. പരന്തു ഉസെ ബിസ്കുട്ട് കോ ചോഡ്കർ കം ഖാദ്യ പദാർത്ഥ പസന്ത്, പക്ഷേ സോനയ്ക്ക് ബിസ്ക്കറ്റ് ഒഴിച്ച് കുറച്ച് ഭക്ഷണ പദാർത്ഥം മാത്രമാണ് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. ഖാദ്യ പദാർത്ഥ, ഭക്ഷണ പദാർത്ഥം മാത്രമാണ് ഇഷ്ടമുണ്ടായിരുന്നത്. छात्रावास का जागरण और जलपान अध्याय समाप्त होने पर वह घास के मैदान में कभी धूप चढ़ती और कभी उस पर लौटती रहती. ഇപ്പോൾ ഹോസ്റ്റലിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മഹാദേവർമ്മയുടെ റൂമിൽ രാത്രിയിൽ ചെന്ന് കയറും, രാവിലെ പുറത്തേക്ക് ഇറങ്ങും, അങ്ങനെ വീണ്ടും ഹോസ്റ്റലിലേക്ക് ചെല്ലുന്നു, ഹോസ്റ്റലിൽ നിന്ന് അവിടുത്തെ കുട്ടികളുമായിട്ട് കളിക്കുന്നു, അങ്ങനെ വിവിധ പരിപാടികൾ അവിടെ നടത്തുന്നു, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. छात्रावास का जागरण और जलपान अध्याय समाप्त होने पर वह घास के मैदान में कभी धूप चरती, धूप चरना है ഇളമ്പുല്ല് തിന്നുക, മേയ്യ എന്നൊക്കെ പറയും. ധൂപ് ചർത്തി എന്ന് പറഞ്ഞാൽ ഇളമ്പുല്ല് തിന്നുക. और कभी उस पर लौटती रहती, लौटती रहती എന്ന് പറഞ്ഞാൽ കിടന്നുരുളുക, लौटती रहती എന്ന് പറഞ്ഞാൽ കിടന്നുരുളുക. അപ്പോൾ ഛാത്രാവാസ് കാ ജാഗരൺ, അതായത് ഹോസ്റ്റലിലുള്ളവർ അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ജലപാൻ അധ്യായ സമാപ്തം, അതായത് തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞാൽ വഹ് ഘാസ് കെ മൈതാൻമേ, ഇപ്പോൾ ഹോസ്റ്റലിലുള്ളവർ എഴുന്നേൽക്കുകയും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഘാസ് കെ മൈതാൻമേ, ഘാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല്, ഗ്രാസ് എന്നുള്ള അർത്ഥം. അപ്പോൾ പുൽമൈതാനത്തിൽ പോയിട്ട് ഇളമ്പുല്ല് തിന്നുകയും ചിലപ്പോൾ അവിടെ കിടന്ന് ഉരുളുകയും ചെയ്യുമായിരുന്നു. मेरे भोजन का समय वह किस प्रकार जान लेती थी ये समझने का उपाय नहीं है, परंतु वह ठीक उसी समय भीतर आ जाती है और तब तक मुझसे सटी खिड़ी रहती है जब तक मेरा खाना समाप्त न हो जाता. എന്ത് ചെയ്യും, മേരെ ഭോജൻ കാ സമയം, മഹാദേവൻ വർമ്മ പറയണേ എൻ്റെ ഭക്ഷണ സമയം എന്ന് പറയുന്നത് വക്കീസ് പ്രകാർ ജാൻ ലെത്തി, അവൾ എങ്ങനെയാണ് അറിഞ്ഞിരുന്നതെന്ന് അറിയില്ല. ഈ സംശനക്ക ഉപായം നഹീഹേ, അത് മനസ്സിലാക്കാനുള്ള ഉപായമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ടേക്ക് ഉസി സമയെ, കൃത്യ ആ സമയത്ത് തന്നെ ബീത്രാജാത്തി, മഹാദേവർമ്മ ഭക്ഷണം കഴിക്കുന്ന കൃത്യസമയത്ത് തന്നെ സോന വീടിനുള്ളിലേക്ക് വരുമായിരുന്നു. तब तक मुझसे सटी गिड़ी रहती जब तक मेरा खाना समाप्त न होता, എൻ്റെ ഭക്ഷണം എപ്പോഴാണ് അവസാനിക്കുന്നത് വരെ അവൾ എന്നോട് ചേർന്ന്, മുജ്സേ സടി ഗിടിയിലെത്തി, സടി എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുക, സടി ഗിടി എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുക. അപ്പോൾ കൃത്യം ഭക്ഷണ സമയത്ത് അവൾ അകത്തേക്ക് കയറി വരികയും എപ്പോഴാണ് എൻ്റെ ഭക്ഷണം കഴിച്ച് തീരുക, അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ലെങ്കിൽ അതുവരെ മഹാദേവി വർമ്മയുടെ അടുത്ത് ചേർന്ന് നിൽക്കുകയും ചെയ്തിരുന്നു. കുച്ച് ചാവൽ रोटी आदि उसको भी प्राप्त रहता था, परंतु उसे कच्ची सब्जी ही अधिक भाती थी. ബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുക, പസന്ത് എന്നുള്ള അർത്ഥം. ഇവിടെ പറയണേ കുച്ച് ചാവൽ, കുറച്ച് ചോറ്, റൊട്ടി തുടങ്ങിയവ ഉസ്കോബി പ്രാപ്യ രത്താത്ത അവൾക്ക് കിട്ടുമായിരുന്നു.
റൊട്ടി ചോറൊക്കെ അവൾ കഴിക്കുമായിരുന്നു. പരന്തു ഉസേ കച്ചി സബ്ജി ഹി അധിക് ഭാത്തി തീ. പക്ഷേ കച്ചി സബ്ജി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് ആണ്. കച്ചി സബ്ജി എന്ന് പറഞ്ഞാൽ വേവിക്കാത്ത, അതായത് പച്ചക്കറികൾ പച്ചയോടെ ആണ് അവൾ ഇഷ്ടപ്പെട്ടിരുന്നത്. അധിക് ഭാത്തി തീ, അധിക് പസന്ത് കർത്തി തീ. അപ്പോൾ ചോറും റൊട്ടിയൊക്കെ കഴിക്കുമായിരുന്നു, പക്ഷേ കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് പച്ചക്കറികളായിരുന്നു എന്നാണ് പറയുന്നത്. വേവിക്കാത്ത പച്ചക്കറികളായിരുന്നു. घंटी बजते ही वह फिर प्रार्थना के मैदान में पहुंच पाती और उसके समाप्त होने पर छात्रावास के सामने ही कक्षाओं के भीतर बाहर चक्कर लगाना आरंभ करती. എന്ത് ചെയ്യുന്നത്? घंटी बजते ही, ബെല്ലടിച്ചാലുടൻ, वह फिर प्रार्थना के मैदान में पहुंच जाती, പ്രാർത്ഥനാ മൈതാനത്തിലേക്ക് അവൾ എത്തിച്ചേരുമായിരുന്നു. ബെല്ലടി കേട്ടാലുടൻ, ഗണ്ടി ബജ്തേ ഹി, ബെല്ലടി കേട്ടാലുടനെ പ്രാർത്ഥനാ മൈതാനത്തേക്ക് അവൾ എത്തിച്ചേരുമായിരുന്നു. और उसके समाप्त होने पर, ഇപ്പോൾ പ്രാർത്ഥന അവസാനിച്ചു കഴിഞ്ഞാൽ ഛാത്രാവാസ് കെ സാമനെ ഹി കക്ഷാവോं के भीतर, ഹോസ്റ്റലിൻ്റെ മുന്നിലുള്ള കക്ഷാവോं के भीतर, ക്ലാസ് റൂമുകളുടെ, കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ്, ക്ലാസ് റൂമുകളുടെ ഭീത്തർ ഓർ ബാഹർ, ക്ലാസ് റൂമിൻ്റെ ഉള്ളിലും പുറത്തും അവൾ എന്ത് ചെയ്യുമായിരുന്നു? ചക്കർ ലഗാന ആരംഭ കർത്തി. ചക്കർ ലഗാന ചുറ്റി നടക്കുക, ആ ഒരു പണിയും കൂടി അവൾ ചെയ്യുമായിരുന്നു. അപ്പം ബെല്ലടി കേട്ടാലുടൻ പ്രാർത്ഥനാ ഹാളിലേക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനാ മൈതാനത്തേക്ക് സോന എത്തിച്ചേരുകയും പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഹോസ്റ്റലിൻ്റെ മുന്നിലുള്ള ക്ലാസ് റൂമുകളുടെ ഉള്ളിലും പുറത്തൊക്കെ അവൾ ചുറ്റി നടക്കുകയും ചെയ്യുമായിരുന്നു. ഉസ് ചോട്ടെ ബच्चे अधिक प्रिय थे, उसे छोटे बच्चे अधिक प्रिय थे क्योंकि उनके साथ खेलने का अधिक अवकाश रहता था. അപ്പോൾ ഉസേ ചോട്ടെ ബच्चे, അവൾക്ക് ചെറിയ കുട്ടികളെ തന്നെയാണ് അധിക് പ്രിയത്തെ കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. ക്യോംകി ഉൻകെ സാത്ത് ഖേൽനെ കാ അധിക് അവകാശ് രഹതാ താ. അവകാശം എന്ന് പറഞ്ഞാൽ ഒഴിവ് അല്ലെങ്കിൽ സമയം എന്നുള്ള അർത്ഥം. കാരണം ചെറിയ കുട്ടികൾ ഇഷ്ടമുണ്ടായിരുന്ന കാരണം ഉൻകെ സാത്ത്, ആ കുട്ടികളുടെ കൂടെ കളിക്കാനായിട്ട് അധികം സമയം കിട്ടുമായിരുന്നു. ഇപ്പോൾ ചെറിയ കുട്ടികളാണ്, അതായത് സോനക്ക ചോട്ടെ ബच्चे അധിക് പ്രിയത്തെ, ചെറിയ കുട്ടികളെയാണ് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് കാരണം അവരുടെ കൂടെ കൂടുതൽ കളിക്കാനായിട്ട് സമയം കിട്ടുമായിരുന്നു. വേ പങ്ക്തി ബന്ദ് ഗഡേ ഹോക്കർ सोना सोना पुकारते और उनके ऊपर से छलांग लगाकर एक ओर से दूसरी ओर कूदती रहती. എന്താ പറയുന്നത്? പങ്ക്തിബദ്ധ്, പങ്ക്തിബദ്ധ് എന്ന് പറഞ്ഞാൽ നിരനിരയായിട്ട് ലൈനായിട്ട് നിൽക്കുക. പങ്ക്തി എന്ന് പറഞ്ഞാൽ ലൈനായിട്ട്. പങ്ക്തിബദ്ധ് ഗഡേ ഹോക്കർ, അതായത് നിരനിരയായിട്ട് ലൈനായിട്ട് നിന്നിട്ട് എന്ത് ചെയ്യും? സോന സോന പുക്കാർത്തെ, സോന സോന എന്ന് വിളിക്കും. അവർ ഉൻകെ ഊപ്പർ സേ ചലാങ്ക് ലഗാക്കർ, ചലാങ്ക് ലഗാന എന്ന് പറഞ്ഞാൽ കുതിച്ച് ചാടുക. വ ഉൻകെ ഊപ്പർ സേ ചലാങ്ക് ലഗാക്കർ ഏക് ഓർ സേ ദൂസരി ഓർ കൂദ്തി ഹേ, കൂതന എന്ന് പറഞ്ഞാൽ ചാടുക. അപ്പോൾ എന്ത് ചെയ്യും? സോന 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 എന്ന് വിളിച്ച് കുട്ടികൾ പിന്നാലെ വരും. അങ്ങനെ നിരനിരയായിട്ട് അവർ വിളിക്കാൻ തുടങ്ങും. അപ്പോൾ അവളെന്ത് ചെയ്യും? ഉൻകെ ഊപ്പർ സേ, ആ കുട്ടികളുടെ മുകളിൽ കൂടി ചലാങ്ക് ലഗാക്കർ, കുതിച്ച് ചാടിയിട്ട് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കുതിച്ച് ചാടുമായിരുന്നു. സർക്കസ് ജൈസാ ഖേൽ കഭി घंटों चलता क्योंकि खेल के घंटों में बच्चों की कक्षा के उपरांत दूसरी आती रहती. എന്താ പറയുന്നത്? ഈ സർക്കസ് ജൈസാ ഖേൽ, സർക്കസിനെ പോലെയുള്ള ഈ കളി ഏത് കളിയാണ്? बच्चे के ऊपर से छलांग लगाकर एक और से दूसरी ओर कूदती रहती थी. അതായത് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്ത് കുട്ടികളുടെ മുകളിൽ കൂടെ ചാടുമായിരുന്നു. അതിനെ പറയുന്നത് ഇവിടെ സർക്കസ് ജൈസാ ഖേൽ, സർക്കസിനെ പോലെയുള്ള ഈ കളി കഭി ഘണ്ടോം ചൽത്താ, ചിലപ്പോൾ മണിക്കൂറുകളോളം ഈ കളി തുടർന്നുകൊണ്ടേയിരിക്കും. ക്യോംകി ഖേൽ കെ ഘണ്ടോം മേ ബച്ചോം കി കക്ഷാ കെ ഉപരാന്ത് ദൂസരി ആത്തി രഹത്തി. ഇവിടെ ഖേൽ കെ ഘണ്ടം, അതായത് കളിക്കുന്ന സമയങ്ങളിൽ, ആ മണിക്കൂറുകളിൽ ബച്ചോം കി കക്ഷാ കെ ഉപരാന്ത്, അതായത് കുട്ടികളെ കൂടാതെ, കുട്ടികളെ ക്ലാസ് എന്നുള്ളത് കൂടാതെ, അതിന് പുറമേ കെ ഉപരാന്ത്, പുറമേ കൂടാതെ ദൂസരി ആത്തിരെത്തി, മറ്റുള്ളവരും വരുമായിരുന്നു. അപ്പോൾ കാണാനായിട്ട് കാഴ്ചക്കാർ ഒരുപാടുണ്ട്, കുട്ടികൾ മാത്രമല്ല മറ്റുള്ള ആളുകളും അവിടേക്ക് ഈ കാഴ്ച കാണാനായിട്ട്, ഈ ചാട്ടം കാണാനായിട്ട് എത്തുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നേരം പോക്കായിരുന്നു സോന എന്ന് പറയുന്നത്. മേരെ പ്രതി സ്നേഹ പ്രദർശൻ കെ ഉസ്കെ കൈ പ്രകാർ थे. അപ്പോൾ മേരെ പ്രതി എന്ന് പറഞ്ഞാൽ മഹാദേവ് വർമ്മയ്ക്ക് പ്രതി, അതായത് മഹാദേവ് വർമ്മയുടെ അടുത്ത് സ്നേഹ പ്രദർശൻ ഖേ, സ്നേഹം പ്രദർശിപ്പിക്കാനായിട്ട് ഉസ്കെ കൈ പ്രകാർ थे
പലതരത്തിലാണ് അവൾ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത് പറയുന്നത്. മഹാദേവർമ്മയുടെ അടുത്ത് പല രീതിയിലാണ് സോന സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത്. ബാഹർ ഖഡേ ഹോനെ പർ വ സാമനെ യാ പീछे से छलांग लगाती और मेरे सिर के ऊपर से दूसरी ओर निकल जाती. എങ്ങനെയൊക്കെയാണ് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത്? ബാഹർ ഖഡേ ഹോനെ പർ, പുറത്ത് നിൽക്കുകയാണെങ്കിൽ വ സാമനെ യാ പീछे से छलांग लगाती, അവൾ ചിലപ്പോൾ മുന്നിൽ കൂടെ അല്ലെങ്കിൽ പിന്നെ കൂടെ കുതിച്ച് ചാടും. അവർ മേരെ സിർ കെ ഊപ്പർ സേ ദൂസരി ഓർ നിക്കൽ ജാത്തി, എൻ്റെ തലയുടെ മുകളിൽ കൂടെ മറ്റേ ഭാഗത്തേക്ക് അവൾ ചാടുമായിരുന്നു. പ്രായ देखने वालों को भय होता था कि उसके पैरों से मेरे सिर पर चोट न लग जावे, परंतु वह पैरों को इस प्रकार सिकोड़ रहती थी और मेरे सिर को इतनी ऊंचाई से लांघती थी कि चोट लगाने की कोई संभावना ही नहीं रहती थी. അപ്പോൾ കുട്ടികളുടെ അടുത്ത് മാത്രമല്ല കളി, മഹാദേവർമ്മയുടെ അടുത്തും സ്നേഹപ്രകടനം ഉണ്ടായിരുന്നു. പലതരത്തിലാണ് കാണിച്ചിരുന്നത്. അപ്പോൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ മുന്നിൽ കൂടെ അല്ലെങ്കിൽ പിന്നൂടെ വന്നിട്ട് കുതിച്ച് ചാടുമായിരുന്നു. തലയുടെ മുകളിൽ കൂടിയാണ് എടുത്ത് ചാടിയിരുന്നത്. അപ്പോൾ പ്രായ ദേഖ്നെ വാലോം കോ, പ്രായ എന്ന് മിക്കവാറും അവിടെ ദേഖ്നെ വാലോം കോ, കാഴ്ചക്കാർക്ക്, കാണികൾക്ക് ഭയ ഹോത്താത്ത, ഭയം തോന്നുമായിരുന്നു. കാരണം എന്താ? ഉസ്കെ പൈരോം സെ മേരെ സിർ പർ, സോനയ്ക്ക് പൈരോം സെ, സോനയുടെ കാല് കൊണ്ടിട്ട് മേരെ സിർ പർ ചോട്ട് ന ലഗ് ജാവേ, എൻ്റെ തലയിൽ മുറിവുണ്ടാവുമെന്ന് ഉള്ള പേടി കാണികൾക്ക്, കാഴ്ചക്കാർക്ക് അതിനൊരു ഭയം ഉണ്ടായിരുന്നു. പരന്തു ആ പൈരോം കേസ് പ്രകാർ സിക്കോട് എത്തിയതി, സിക്കോടിനെ തന്നെ മടക്കുക. പക്ഷേ അവൾ ചാടുന്ന സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു പറയുന്നത്? പൈരോം കോ ഇസ് പ്രകാർ സിക്കോട് എത്തിയതി, ആ കാലിനെ മടക്കിയിട്ട ചാടുക എന്ന് പറയുന്നത്. അവർ മേരെ സിർ കോ ഇത്രയും ഊഞ്ചായി സേ ലാങ്തി തീ, എൻ്റെ തലയുടെ മുകളിൽ കൂടെ ഇത്രയും ഉയരത്തിൽ, ഇത്രയും ഊഞ്ചായി സേ ലാങ്തി തീ, ലാങ്ന എന്ന് പറഞ്ഞാൽ ക്രോസ് ചെയ്യുക, മറികടക്കുക. कि चोट लगने की कोई संभावना ही नहीं रहती थी. ചോട്ട് ലഗാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവ് പറ്റുക, ചോട്ട് എന്ന് പറഞ്ഞാൽ മുറിവ്, ഊണ്ട്. ചോട്ട് ലഗ്നയ്ക്ക് കോയി സംഭാവന ഹി നഹി രഹത്തി തീ, അതായത് മുറിവ് പറ്റാനുള്ളൊരു സാധ്യത, സംഭാവന എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി, ഒരു സാധ്യത പോലുമില്ലാതെ എൻ്റെ തലയുടെ മുകളിൽ കൂടി കാല് മടക്കിയിട്ട്, നിവർത്തി വെച്ചാൽ തലയിൽ കൊള്ളും, അപ്പം മടക്കി പിടിച്ചിട്ടാണ് അവൾ ചാടിയിരുന്നത്. അമ്മാൻ ശ്രദ്ധിക്കുന്നത്, അല്ല അമ്മാൻ ചാടുന്നത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അത് കാലൊക്കെ മടക്കി വെച്ചിട്ടാണ് എടുത്ത് ചാടുക. അപ്പോൾ മഹാദേവർമ്മയുടെ അടുത്തുള്ള സ്നേഹപ്രകടനമാണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ്, बीत आने पर वह मेरे पैरों से अपना शरीर रगड़ने लगती. ഇപ്പോൾ പുറത്ത് നിൽക്കുമ്പോഴത്തെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി അകത്ത് വന്നു കഴിഞ്ഞാൽ, बीत आने पर, മഹാദേവർമ്മ അകത്ത് വന്നു കഴിഞ്ഞാൽ वह मेरे पैरों से अपना शरीर रगड़ने लगती. രഗഡ്ന എന്ന് പറഞ്ഞാൽ ഉരുമ്മ, തൊട്ടുരുമ്മ എന്ന് പറയില്ലേ, ശരീരത്തിൻ്റെ മുകളിൽ ഉരുമ്മ, തൊട്ടുരുമ്മ എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും? അകത്ത് വന്നു കഴിഞ്ഞാൽ സോന എന്ത് ചെയ്യും? മേരെ പൈരോംസെ, എൻ്റെ കാലുകളിൽ അപ്പന ശരീരം രഗഡ്നിലെത്തി, ശരീരം അങ്ങനെ ചേർത്തിങ്ങനെ ഉരസുമായിരുന്നു, അല്ലെങ്കിൽ ഉരുമ്മുമായിരുന്നു. മേരെ बैठ रहने पर वह साड़ी का छोर मुँह में भर लेती और कभी पीछे चुपचाप गड्ढे होकर चोटी ही चबा डालती. മേരെ बैठे रहने पर, ഞാൻ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു പറയുന്നത്? സാരി കാ ചോർ, ചോർ എന്ന് പറഞ്ഞാൽ അറ്റം, ഈ സാരിയുടെ അറ്റം എന്ത് ചെയ്യും? മുഹുമേ ബർലെത്തി, വായിൽ കയറ്റുന്ന പറയുന്നത്. അവർക്ക് അബി പീച്ച്, ഇവിടെ നമ്മൾ ചെറിയ കുട്ടികൾ ചെയ്യുന്ന പോലെ സാരി തുമ്പൊക്കെ കടിക്കുക, വെറുതെ അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക, സോന ചെയ്തിരുന്ന പണി. സാരി കാ ചോർ മുഹുമേ ബർലെത്തി और कभी पीछे चुपचाप गड्ढे होकर छोटी भी ചബ ഡാൽത്തി. ചബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവയ്ക്കുക. കബി പീച്ചെ, ചിലപ്പോൾ എന്ത് ചെയ്യും? പിന്നിൽ വന്നിട്ട്, ചുപ്ചാപ്പ് ഗഡേ ഹോക്കർ, മിണ്ടാതെ നിന്നിട്ട് എന്ത് ചെയ്യും? ചോട്ടീഹി, ചോട്ടി എന്ന് പറഞ്ഞാൽ അവിടെ മുടി കെട്ടി വെച്ചത്, മുടിയുടെ കെട്ട്, അത് പിന്നെ എന്ത് ചെയ്യും? ആ മുടി ഇങ്ങനെ ചബ ഡാൽത്തി, ഇങ്ങനെ കടിച്ച് ചവയ്ക്കുമായിരുന്നു. ഇപ്പോൾ കുറുമ്പുകൾ കാണിക്കുന്ന പറയുന്നത്, അതായത് ഒന്നുകിൽ സാരിയുടെ തുമ്പ് കടിച്ചുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ മുടി പിടിച്ച് കടിച്ചുകൊണ്ടിരിക്കും. डांटने पर वह अपनी बड़ी गोल और चकित आंखों में ऐसी अनिर्वचनीय जिज्ञासा भरकर एक टक देखने लगती थी कि हंसी आ जाती. डांटने पर, डांटना എന്ന് പറഞ്ഞാൽ ശകാരിക്കുക, വഴക്ക് പറയാം. डांटने पर वह अपनी बड़ी गोल, മഹാദേവർമ്മ അത് കണ്ട് മുടിയൊക്കെ പിടിച്ച് കടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മഹാദേവർമ്മ ശകാരിക്കും. ശകാരിച്ചു കഴിഞ്ഞാൽ
സോനയുടെ അവസ്ഥയെ പറയുന്നത് അപ്പനി ബെഡി ഗോൾ അവർ ചകിത് ആഗോമേ, അവളുടെ വലിയ എന്താ പറയുക പരിഭ്രമിച്ച് നിൽക്കുന്ന കണ്ണുകളിൽ ഐസി അനിർവചനീയ ജിജ്ഞാസ, നിർവചിക്കാൻ പറ്റാത്ത പറയാൻ പറ്റാത്ത അത്ര ഒരു ജിജ്ഞാസ ആകാംക്ഷ നിറച്ചിട്ട് ഏക് ടക് ദേഖ്തേ ലഗ്തി, ഏക് ടക് എന്ന് പറഞ്ഞാൽ ഇമ വെട്ടാതെ, നിർനിമേഷം എന്നൊക്കെ പറയും, ഇമ വെട്ടാതെ കണ്ണിൻ്റെ ഇമ വെട്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ഹസി ആ ജാതി, ചിരി വരുമായിരുന്നു. അപ്പോൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അത് കരയാൻ പോകുന്ന അല്ലെങ്കിൽ പരിഭ്രമിച്ചുള്ള കണ്ണുകൾ, വലിയ കണ്ണുകൾ കൊണ്ട് എന്താ പറയുക വലിയ ആകാംക്ഷയോടെ അല്ലെ ജിജ്ഞാസ നിറച്ചുള്ള ഒരു നോട്ടം, അതിങ്ങനെ കണ്ണിൻ്റെ ഇമ വെട്ടാതെ ഇങ്ങനെ നിർനിമേഷമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ കാണുന്നവർക്ക് എന്ത് വരും എന്ന് പറയുന്നത് ഹസി ആ ജാതി, ചിരി വരുമായിരുന്നു. कवि गुरु कालिदास ने अपनी नाटक में मृगी मृगशावक आदि को इतना महत्व क्यों दिया है, ये हिरण पालने के उपरांत ही ज्ञात होता है. അപ്പോൾ നമ്മൾ അഭിജ്ഞാന ശാകുന്തളം എഴുതിയ കാളിദാസൻ, കവി ഗുരു കാളിദാസൻ, അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ മൃഗശാവക്, മൃഗി എന്ന് പറഞ്ഞാൽ പേടമാൻ, പെൺമാൻ, അതുപോലെ മൃഗശാവക് എന്ന് പറഞ്ഞാൽ മാൻകുട്ടികൾ, അവരെയൊക്കെ ഇത്ര മഹത്വ ക്യോം ദിയാ ഹേ, ഈ പേടമാൻ അതുപോലെ തന്നെ മാൻകുട്ടികൾ ഇതിനൊക്കെ എന്തുകൊണ്ടാണ് ഇത്ര മഹത്വം കൊടുത്തിട്ടുള്ളത്. ഈ ഹിരൺ പാലിനേക്ക് ഉപരാന്ത് ഹി ജ്ഞാത് ഹോത്താ ഹേ, ഒരു മാനിനെ പരിപാലിക്കുന്നത് കൂടാതെ അതല്ലാതെ നമുക്കതിനെ അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങളെ, അതായത് മാൻ അല്ലെങ്കിൽ പേടമാൻ അല്ലെങ്കിൽ മാൻകുട്ടി എന്ന് പറയുന്നതൊക്കെ കാളിദാസൻ്റെ നാടകത്തിലൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു മാനിനെ വളർത്തി കഴിഞ്ഞാലാണ് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് മഹാദേവർമ്മ പറയുന്നത്. ഇപ്പോൾ അതിൽ നമ്മൾ ഇവിടെ പാലിനെ പർ വ പശു നരേക്കർ ഐസ സ്നേഹി സംഖി പഞ്ചാത്ത ഹേ, നമ്മളതിനെ വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ, മാനിനെ വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിനെ പശു നരേക്കർ, പശു എന്ന് പറഞ്ഞാൽ എനിമലാണ്, ഒരു മൃഗമെന്ന് കണക്കാക്കാതെ ഐസ സ്നേഹി സംഖി പഞ്ചാത്ത ഹേ, വളരെ സ്നേഹമുള്ളൊരു സംഖി, കൂട്ടുകാരിയായിട്ട്, ഫ്രണ്ടായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. जो मनुष्य के एकांत शून्य को भर देता है, परंतु खींच उत्पन्न करने वाली जिज्ञासा से उसे बोझ नहीं बनाता. അപ്പോൾ ഒരു മൃഗത്തെ, അതായത് ഈ മാനിനെ പരിപാലിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതൊരു മൃഗമല്ല, അതിനേക്കാൾ അപ്പുറം വളരെ സ്നേഹമുള്ളൊരു കൂട്ടുകാരിയാണെന്നാണ് ഇതിൽ പറയുന്നത്. മനുഷ്യക്ക് ഏകാന്ത ശൂന്യക്കോ ഭർദേത്താഹെ, ഏകാന്തതയിലെ ശൂന്യതയെ ഇല്ലാതാക്കാനായിട്ട് കഴിവുള്ളൊരു മൃഗമായിട്ടാണ് പറയുന്നത്, മനുഷ്യൻ്റെ ഏകാന്തതയിൽ. പരന്തു ഖീച്ച് ഉൽപ്പന്ന കർണേവാലി ജിജ്ഞാസാസെ, പക്ഷേ ഉള്ളിലേക്ക് ഒരു ഉൾവലി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ജിജ്ഞാസ, ഉസേ ബോജ് നഹി ബനാത്ത, അതിനെ ഭാരമൊന്നും ഉണ്ടാക്കുന്നില്ല. അത് മനസ്സിൻ്റെ ഭാരമില്ലാതാക്കാനായിട്ട്, അല്ലെ മനസ്സിൻ്റെ ആ ഭാരത്തെ ഉള്ളിലേക്ക് വലിക്കാനായിട്ട് കഴിവുള്ള, ഏകാന്തതയെ ഇല്ലാതാക്കാനായിട്ട് കഴിവുള്ള ഒരു മൃഗമായിട്ട്, ഏറ്റവും സ്നേഹമുള്ള ഒരു മൃഗമായിട്ടാണ് ഇവിടെ പറയുന്നത്. यदि मनुष्य दूसरे मनुष्य से केवल नेत्रों से बात कर सकता तो बहुत से विवाद समाप्त हो जाते, परंतु प्रकृति को यह अभीष्ट नहीं रहा होगा. മനുഷ്യൻ വേറൊരു മനുഷ്യനായിട്ട് നമ്മൾ നേത്രോം സേ ബാത്ത് കർ സക്താത്തോ, കണ്ണുകളിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ കണ്ണുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ, സാധാരണ മനുഷ്യർ കണ്ണുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അതിന് വേറെ അർത്ഥമാണ് ഉണ്ടാക്കുക. നമ്മുടെ പറയുന്നത് മനുഷ്യസെ കേവൽ നേത്രോം സേ ബാത്ത് കർ സക്താത്തോ, കേവലം കണ്ണുകൾ കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ബഹുത് സേ വിവാദ സമാപ്ത ഹോ ജാത്തെ, ഒരുപാട് വിവാദങ്ങൾ അതിൻ്റെ പേരിലുണ്ടാകുമായിരുന്നു. വിവാദത്തിലാണ് അത് അവസാനിക്കുക. കണ്ണുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് വേറെ അർത്ഥങ്ങളാണ് കണക്കാക്കുക. പരന്തു പ്രകൃതിക്കോ യഹ അഭീഷ്ട നഹി രഹാ ഹോഗ, പക്ഷേ പ്രകൃതിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്ത പ്രശ്നമൊന്നുമില്ല. മാനിൻ്റെ കാര്യത്തിൽ പ്രകൃതിയുടെ കാര്യം പറയുകയാണെങ്കിൽ പരന്തു പ്രകൃതിക്കോ യഹ് അഭീഷ്ട നഹി രഹാ ഹോഗ, ഇത് അഭീഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടം, പ്രകൃതിക്ക് അത് ഇഷ്ടമില്ലാത്തതല്ല എന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമാണ് അങ്ങനെയുള്ളൂ. പ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രകൃതിയിലെ മറ്റു മൃഗങ്ങൾ അവരുടെ കണ്ണുകളിൽ നോക്കിയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്
പ്രത്യേക ബുദ്ധിമുട്ടൊന്നുമില്ല. മനുഷ്യനായിട്ടാണെങ്കിൽ കണ്ണുകൊണ്ട് സംസാരിക്കുന്നത് വെച്ചാൽ ഒരുപാട് വിവാദങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടാകുമായിരുന്നു പറയുന്നത്. അപ്പോൾ അതിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ ഇവിടെ സോനയുടെ അതുപോലെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളുടെ അവരുടെ പ്രവർത്തന രീതി, അതുപോലെ സോന ഡെയിലി എങ്ങനെയാണ് ഹോസ്റ്റലിൽ വരുന്നു, അവിടുത്തെ ഹോസ്റ്റലിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ പ്രാർത്ഥനാ മൈതാനത്ത് ബെല്ലടി കേട്ട് കഴിഞ്ഞ ശേഷം തന്നെ സോന എത്തിച്ചേരുന്നതാണ്. അത് കഴിഞ്ഞാലോ ഹോസ്റ്റലിൻ്റെ മുന്നിലെ ക്ലാസ്സുകളിലൊക്കെ കയറി ഇറങ്ങി അവൾ പരിശോധിക്കുമായിരുന്നു പറയുന്നത്. അവിടെയൊക്കെ ചുറ്റി നടക്കുന്ന പറയുന്നത്. പിന്നെ സോനയ്ക്ക് ചോട്ടെ ബച്ചക്കോ അധിക പ്രീതി എന്ന് പറയുന്നത്, അത് ചെറിയ കുട്ടികളെ തന്നെയാണ് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു പറയുന്നത്. കാരണം കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം കളിക്കാനുള്ള അവസരം കിട്ടുന്ന പറയുന്നത്. ഇനി കുട്ടികളുടെ കൂടെ പല കളികളും ചെയ്യും. അതുപോലെ തന്നെ മഹാദേവി വർമ്മയ്ക്ക് പ്രതി സ്നേഹപ്രദർശൻ ഉസ്കെ കൈ പ്രകാർക്കെ സ്നേഹപ്രദർശൻ തെ, പലതരത്തിലുള്ള സ്നേഹപ്രകടനങ്ങളുണ്ടായിരുന്നു. ബാഹർ ഗഡേ ഹോത്തേത്തോ, പുറത്തു നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഉസ്കെ പീച്ചെ സാമനെ സെ അക്കർ ചലാങ് മാർത്തി തി ആർ സിർക്കെ ഊപ്പർ സേ ദൂസരി ഓർ കൂത്തി തി, അതായത് തലയുടെ മുകളിലൂടെ ഈ ഭാഗത്തു നിന്ന് അപ്പുറത്തേക്ക് എടുത്ത് ചാടുമായിരുന്നു. ഇനി കാണുന്നവർക്കത് പേടി ഉണ്ടാക്കുമായിരുന്നു. കാരണം ഉസ്കെ പൈരോം സേ മഹാദേവി വർമ്മയ്ക്ക് സിർ പർ ചോട്ട് നല്ല ലജ്ജാവേ, മുറിവ് പറ്റില്ലേ എന്നുള്ളൊരു പേടി ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതിന് സോന ചെയ്തിരുന്നത് ഇങ്ങനെയാണ്, ആൾ അപ്പന പയർ സിക്കോഡ് കർ, കാല് മടക്കി വെച്ചിട്ടാണ് കൂത്തിത്തി ചാടിയിരുന്നെന്ന് പറയുന്നത്. ഈ ഗർക്കെ അന്തർ ആത്തെ സമയം, വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് പറയുന്നത്, मेरे पैरों से अपना शरीर रगड़ने लगती और बैठ रहने पर वह साड़ी का चोर मुँह में भर लेती और अपने बालों को ചബാ ഡാൽത്തി, മുടി കടിക്കുകയും ചെയ്യുമായിരുന്നു, വസ്ത്രത്തുമ്പ് കടിച്ച് ചവയ്ക്കുമായിരുന്നു. ഇങ്ങനെയുള്ള പണികളൊക്കെ അവൾ ചെയ്യുമായിരുന്നു പറയുന്നത്. അതായത് കാളിദാസൻ, അതായത് കവി, ഫേമസ് കവിയാണ് അദ്ദേഹത്തിൻ്റെ നാടകത്തിലൊക്കെ ഈ മൃഗി ഓർ മൃഗ ശാവകെ ബാരേമേ ഉസ്കെ കവി കൈ തര മഹത്വ ദിയാത, അതായത് പലതരത്തിലുള്ള മഹത്വം എന്ന് പറയുന്നത് ഈ മാൻകുട്ടിക്കും പേടമാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനെ വളർത്തിക്കഴിഞ്ഞാലാണ് നമുക്കറിയാം അതൊരു മൃഗമല്ല, നേരെ മറിച്ച് അതൊരു സംഖി ബഞ്ചാത്താഹേ, ഏക സ്നേഹി സംഖി, വളരെ സ്നേഹമുള്ള ഒരു കൂട്ടുകാരിയായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ സോനയെക്കുറിച്ച് ചെറുതായിട്ടുള്ളൊരു വിവരണം. ഓക്കെ, താങ്ക് യു.